എല്ലാവർക്കും നമസ്കാരം. ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ആദ്യം വന്നിരിക്കുന്നത്. ഫോർ ഓഫ് കപ്സ്, ഏസ് ഓഫ് സോർഡ്സ്, ഫൈവ് ഓഫ് കപ്സ്, ടു ഓഫ് സോർഡ്സ്, ഹെറഫന്റ്, ഏസ് ഓഫ് കപ്സ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സംതൃപ്തി അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ്. നിങ്ങൾ എന്തെങ്കിലും കുറേ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നേടിയെടുത്ത് അതിൻ്റെ ഒരു സംതൃപ്തിയിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ കുറേ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം. എന്തെങ്കിലും ഒരു പ്രൊഫഷണലാണെങ്കിലും പേഴ്സണലാണെങ്കിലും ഒരു അച്ചീവ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും, അതിനുവേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ അത് നിങ്ങൾക്കത് കുറച്ച് ഡിലേ ആയിട്ട് ഇരുന്ന കാര്യം, ഒരു സ്റ്റക്കായിട്ടിരുന്നൊരു കാര്യമായിരിക്കാം. പക്ഷെ അതിപ്പോൾ നിങ്ങൾക്കത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് നേടിയെടുത്തതിൻ്റെ ഒരു സംതൃപ്തിയിലാണ് നിങ്ങൾ. ഒരു നല്ലൊരു നേട്ടം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടി. അതിൻ്റെ ഒരു സംതൃപ്തിയിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്നിനെക്കുറിച്ചും വേറെ ടെൻഷനോ ചിന്തയോ ഒന്നും ഇല്ലാതിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതൊരു പൂർണ്ണതയുടെ ഒരു പ്രതീകമാണ്. അതായത് നിങ്ങൾക്ക് ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങളിലേക്ക് നേടിയെടുത്തതിൻ്റെ ഒരു പ്രതീകമായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഫൈവ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്നൊരു സന്യാസിയെ പോലെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നേടിയെടുത്തതിന് ശേഷം വേറെ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മൈൻഡ് പോവില്ല. കാരണം നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആ നേട്ടത്തിൻ്റെ ഒരു സന്തോഷത്തിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളൊരു സന്യാസിയെ പോലെ സ്വന്തമായിട്ട് ഉൾവലിഞ്ഞ് ആ സന്തോഷം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ഇന്നത്തെ ദിവസം മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. വേറെ കാര്യങ്ങൾക്കൊന്നും നിങ്ങളിന്ന് അധികം ഇൻവോൾവ്മെൻറ്റ്സ് കൊടുക്കുന്നില്ല. വേറെ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടായിരിക്കാം. പക്ഷെ അതിനൊന്നും ഇന്നത്തെ ദിവസം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അധികം ആളുകളോട്ട് അങ്ങോട്ട് മിങ്കിൾ ചെയ്യാനും ഒന്നും നിൽക്കാതെ ഒരു ശാന്തമായിട്ട് ഇരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ശാന്തമായിട്ടിരുന്നിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. കൂടുതൽ ബിസി ആയിട്ടൊരു കാര്യത്തെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കുന്നില്ല, പോകുന്നില്ല എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ഈ ഒരു സംതൃപ്തിയിൽ നമുക്ക് നെക്സ്റ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും. ചില ആളുകൾക്ക് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട്. അതായത് ഇനി എന്താണ് അടുത്തത് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അറിയാത്തതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട്. ചില ആൾക്കാർ ഇന്നത്തെ ദിവസം വളരെയധികം മെഡിറ്റേഷനൊക്കെ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. കൂടുതലും പ്രാർത്ഥനകളും അതൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. കാരണം നിങ്ങൾ വളരെ സ്പിരിച്വലി കുറച്ച് ഗ്രോത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് നിങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അട്രാക്റ്റഡ് ആവുന്നതായിട്ടാണ് കാണുന്നത്. ഫോർ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്.
ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കുറേ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ പല ചോയ്സസ് ഉണ്ടാവാം, ലൈഫിൽ ചോയ്സസ് എടുക്കാനുള്ളൊരു സമയമായിരിക്കാം. പക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ എല്ലാ കാര്യങ്ങളും വിട്ടിട്ട് ഒരു ധ്യാനത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ്. കൂടുതൽ സന്തോഷിക്കാനോ കൂടുതൽ പല കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും കൂടുതൽ സന്തോഷത്തിനോ കാര്യങ്ങൾക്കോ ഒന്നും നമ്മൾ നിൽക്കുന്ന എൻജോയ്മെൻറ്റ്, എൻ്റർടൈൻമെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമുക്കിപ്പോൾ താല്പര്യം തോന്നാതിരിക്കുന്ന ഒരവസ്ഥയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്പിരിച്വലി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് ചിലപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവാം. നമുക്ക് അതിനകത്ത് സന്തോഷം കണ്ടെത്തുന്നുണ്ടാവില്ല. നമുക്ക് അതിലും കൂടുതൽ നമ്മുടെ ഇന്നർ പീസ്, മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവുന്ന സന്തോഷത്തിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പുറത്തു പോയൊരു സന്തോഷം കണ്ടെത്തുന്നതിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് സന്തോഷം കണ്ടെത്തുന്നതിനേക്കാളും നമുക്ക് നമ്മുടെ ഇന്നർ പീസാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവണ ഒരു സന്തോഷത്തിലാണ് നമ്മൾ കൂടുതലും അതിനകത്ത് എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. പുറത്തു പോയി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു എൻ്റർടൈൻമെൻറ്റിനേക്കാളും കൂടുതൽ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവണ ഒരു സന്തോഷത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. അതാണ് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം തരുന്നതെന്നൊരു ഫീല് വരും. കാരണം അത് നിങ്ങൾ സ്പിരിച്വലി കുറച്ച് ഗ്രോത്ത് ആയതിൻ്റെ ഒരു സിമ്പിളായിട്ട് കാണാം. ടു ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഭാവിയിലെ പല കാര്യങ്ങളും ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ വിശാലമായിട്ട് ചിന്തിച്ച്, അതായത് നിങ്ങളിപ്പോൾ ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ നിങ്ങളൊരു ചിന്തിക്കുന്നതിനേക്കാൾ വളരെ വലിയൊരു ലെവലിലേക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെറിയ ഒരു റിസൾട്ടിനെ കുറിച്ചാണ് ചിന്തിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആൾക്കാർ ഇന്നു മുതൽ നിങ്ങൾ കുറച്ചും കൂടി വിശാലമായിട്ട് കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കുറച്ചുകൂടി വലുതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ നിങ്ങൾ നേടിയെടുത്ത് കഴിയുമ്പോൾ അതിന് വലിയൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ്. ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ അടുത്തൊരു ലക്ഷ്യം തേടിയുള്ള ഒരു യാത്രയിലാണ്. ചില ആളുകൾ ഇത് വിദേശത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോവാനായിട്ടുള്ള ഒരു പ്ലാനിങ് നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഫിനാൻഷ്യലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആണ് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് നിങ്ങളുടെ പ്ലാനിങ് എല്ലാം നടത്തുന്നത്. അപ്പോൾ നിങ്ങളൊരു ജോബിനോ അങ്ങനെയുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള പ്ലാനിങ് ആയിട്ടാണ് ഇതിനകത്ത് കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ നിങ്ങളിത് ചെയ്യുന്നത് ചെറിയ ലെവലിലുള്ള കുറച്ച് വലുതായി ചിന്തിക്കുന്നു, വലിയ രീതിയിൽ കാര്യങ്ങൾ കാണുന്നു. ചെറിയൊരു സങ്കുചിത മനസ്സോടുകൂടിയല്ല ഇതിനെ സമീപിക്കുന്നത്. വളരെ വിശാലമായ മനസ്സോടുകൂടി കാര്യങ്ങളെ സമീപിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഏസ് ഓഫ് സോൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. എന്നൊരു പുതിയ തുടക്കങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള എല്ലാ എനർജിയും ഊർജവും നിങ്ങളിലേക്ക് കൊണ്ടുതരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു യൂണിവേഴ്സിന് കൊണ്ടുതരുന്ന ഒരു വാളാണ് അത്. നമുക്ക് വർക്ക് ചെയ്യാനുള്ള വളരെയധികം എനർജി തരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ചും തുടങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചില കൺഫ്യൂഷനിലാണ് ചില ആൾക്കാർ. കാരണം നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഒരു കംഫർട്ട് സോൺ വിട്ടിട്ട് പുതിയൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അത് വേണമോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകളെയും കാണാം കേട്ടോ അതിനകത്ത്. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ചിലപ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു സമയത്തേക്ക് നിങ്ങൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ അത്രയും നാൾ ഉണ്ടായിരുന്ന സ്ട്രഗിൾ മാറി നിങ്ങളൊരു കംഫർട്ട് സോണിലേക്ക് വന്ന് നിൽക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റികൾ വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂസ്ഡ് ആവും. കാരണം ഇതിപ്പോൾ ഒരു കംഫർട്ട് സോണിൽ നമ്മൾ നിൽക്കുകയാണല്ലോ, അത് വിട്ടിട്ട് പുതിയത് എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കൊണ്ടുതരുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ്. അത് തള്ളിക്കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അത് നിങ്ങളുടെ
എന്താ പറയുക, ഉള്ളിൽ നിന്ന് വരുന്ന എന്താണോ വരുന്ന ഒരു ഇൻസ്ട്രക്ഷൻ അതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. എപ്പോഴും പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സ്റ്റാർട്ടിങ് സ്ട്രഗിളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ധൈര്യമായിട്ട് ഏറ്റെടുക്കാമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ ഈസ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. പുതിയ പുതിയ ബന്ധങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്നത്തെ ദിവസം വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഇന്ന് ലൈഫിൽ കണ്ടുമുട്ടുന്ന എന്തെങ്കിലും ഒരു വ്യക്തികളെ കണ്ടുമുട്ടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളെ കണ്ടുമുട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ പുതിയ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഒരു യൂണിവേഴ്സ് ഒരു കപ്പുമായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. ആ കപ്പ് എപ്പോഴും നമുക്കൊരു എന്താ വൈകാരികമായ ഒരു ഉണർവാണ് തരുന്നത്. അപ്പോൾ പുതിയ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. അല്ലെങ്കിൽ ചില ആളുകൾക്ക് വിവാഹം നോക്കുന്ന ആളുകളാണെങ്കിൽ വിവാഹത്തിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ആളുകൾക്കിത് പുതിയ ബന്ധങ്ങൾ തുടങ്ങുന്നതാണ്. എന്തായാലും ഇത് വളരെയധികം നിങ്ങളുടെ ലൈഫിനെ എൻറിച്ച് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിനെ വളരെയധികം പുഷ്ടിപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഇന്ന് നിങ്ങൾ കണ്ടെത്തുന്ന വ്യക്തികളോ നിങ്ങൾക്ക് ഉണ്ടാവുന്ന പുതിയ എന്തെങ്കിലും ഒരു സിറ്റുവേഷനോ നിങ്ങളിലേക്ക് കൂടുതൽ എനർജി കൊണ്ടുതരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ അതെല്ലാം മാറിയിട്ട് പുതിയൊരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. അത് പുതിയ റിലേഷൻഷിപ്പിലൂടെയാവും, പുതിയ എന്തെങ്കിലും പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത്. ഈ കൊണ്ടുതരുന്ന ഈ നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫിനെ വളരെയധികം സ്വാധീനിക്കുന്ന കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്കത് വളരെ മുന്നോട്ടുള്ള ഭാവിയെ അത് വളരെയധികം സ്വാധീനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഹീറോഫന്റിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് ചിലപ്പോൾ നിങ്ങളുടെ ഒരു മെന്ററെ കാണുന്നുണ്ട്. അത് നിങ്ങൾ എന്തെങ്കിലും ഉപദേശങ്ങളും എന്തെങ്കിലും ഒരു നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നിങ്ങൾ അവരിൽ നിന്നും സ്വീകരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. നെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് പൂർവികർ ചെയ്തിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ പൂർവികർ ചെയ്തിരുന്ന കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ആ ഒരു പാരമ്പര്യത്തെ പിന്തുടർന്ന് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാരണവർ സ്ഥാനത്തിരിക്കുന്ന ആളുകളിൽ നിന്നുള്ള കിട്ടുന്ന ഒരു നിർദ്ദേശം വളരെയധികം നല്ലൊരു നിർദ്ദേശം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഉപദേശമോ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലൊരു മാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചില ആളുകൾക്ക് നിങ്ങളുടെ പൂർവികരിൽ നിന്നും കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. ആ ബ്ലെസ്സിങ് കൊണ്ട് നിങ്ങൾക്ക് പല നേട്ടങ്ങളും കൊണ്ടിട്ടുണ്ടാക്കുന്ന നേട്ടങ്ങളായിരിക്കാം. എന്തായാലും നിങ്ങളുടെ ഒരു പൂർവിക സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ ഒരു ബ്ലെസ്സിങ് ിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള നിങ്ങളുടെ ലൈഫിനെ വളരെയധികം സ്വാധീനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ആളുകൾക്ക് ഇത് മെന്ററിനെ കണ്ടുമുട്ടുന്നതായിരിക്കാം. നിങ്ങളൊരു പൊതുവെ നിർദ്ദേശങ്ങൾ കിട്ടുന്ന, അല്ലെ മറ്റുള്ളവർ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ ചോദിച്ചു വരുന്നതായിരിക്കാം. നിങ്ങൾക്ക് അവർക്ക് കറക്റ്റ് നൽകാനായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലുണ്ട്. കാരണം നിങ്ങളൊരു സ്പിരിച്വലി ഒരു ഗ്രോത്ത് ഉള്ള ആളുകളായതുകൊണ്ട് ഉപദേശിക്കാനും ഒക്കെയുള്ള ഒരു കഴിവ് നിങ്ങളിലുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പൂർവികരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു കഴിവാണ്. പകർന്നു കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം വന്നിരിക്കുന്ന റീഡിങ് ഇതാണ്.
സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കണ്ടാൽ നിങ്ങളുടെ റീഡിങ്സ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും